ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 24/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേൾക്കുന്ന നിങ്ങൾ ശരിക്കുമൊരു വലിയ ശരീരമാണോ, അതോ ഒരു സൂചിമുനയേക്കാൾ ചെറിയൊരു ബിന്ദുവാണോ? ആ ചെറിയ ബിന്ദുവിനുള്ളിൽ നിങ്ങളുടെ 84 ജന്മങ്ങളിലെ മുഴുവൻ ഓർമ്മകളും സ്വഭാവങ്ങളും ഒഴിഞ്ഞിരിപ്പുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും വിശ്വസിക്കാൻ കുറച്ചു പാടാണല്ലേ? അതെ. പക്ഷേ ഇന്ന് നാം ഈയൊരു ഡീപ് ഡൈവിലൂടെ കടന്നുപോകുന്നത് അത്തരമൊരു വിസ്മയകരമായ ലോകത്തേക്കാണ്. നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വളരെ അടിസ്ഥാനപരമായ ചില ധാരണകളെ പൊളിച്ചെഴുത്തുന്ന ബാബയുടെ ആശയങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. തീർച്ചയായും. ഈ കേൾക്കുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇന്ന് ഭക്തിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും വലിയൊരു ചതുപ്പിൽ കഴുത്തുവരെ മുങ്ങിയിരിക്കുകയാണെന്നാണ് ബാബ പറയുന്നത്. ഓ, ചതുപ്പിൽ മുങ്ങിയിരിക്കുകയാണെന്നോ? അതെ. ഈ ദുഷിച്ച, അതായത് തമോപ്രധാനമായ അവസ്ഥയിൽ നിന്നും ഏറ്റവും ശുദ്ധമായ സതോപ്രധാനമായ അവസ്ഥയിലേക്ക് എങ്ങനെ മാറാം എന്നതിന്റെ കൃത്യമായ സയൻസാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. വെറുതെ കേട്ടുപോകാനുള്ള ചില തത്വങ്ങൾ മാത്രമല്ല ഇത്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന കൃത്യമായ കാര്യങ്ങളാണല്ലേ? അതെ, കൃത്യമായ ഒരു മെക്കാനിസമാണ് ഇതിലുള്ളത്. ശരി. അപ്പോൾ നമുക്ക് ആ അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ആരാണ്? നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ഈ ശരീരമല്ല, മറിച്ച് ദേഹബോധം മറന്ന് അശരീരികളായ, അതായത് ശരീരമില്ലാത്ത ആത്മാക്കളാണെന്നാണ് ബാബ പറയുന്നത്. ശരിയാണ്. ഈ പഴയ ലോകം തന്നെ ഇല്ലാതാകാൻ പോവുകയാണെന്നും നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക്, അതായത് നിരാകാരി ലോകത്തിലേക്ക് തിരികെ പോകണമെന്നും പറയുന്നു. പക്ഷേ ഇതിലെന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ആത്മാവിന്റെ വലിപ്പമാണ്. ആ ഒരു ചെറിയ ബിന്ദു എന്ന കൺസെപ്റ്റ് അല്ലേ? അതെ, അതൊരു വലിയ പ്രകാശഗോളമൊന്നുമല്ല, വെറും ഒരു ബിന്ദുവാണത്രേ. ആ ചെറിയ ബിന്ദുവിൽ 84 ജന്മങ്ങളുടെ ഡാറ്റ. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ മൈക്രോചിപ്പുകളുമായി ഇതിനെ താരതമ്യം ചെയ്യാമെന്ന് തോന്നുന്നു. ഒരു ചെറിയ സിലിക്കൺ ചിപ്പിൽ ടെറാബൈറ്റ് കണക്കിന് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് പോലെയല്ലേ ഇത്? വാവ്, ആ മൈക്രോചിപ്പ് ഉദാഹരണം വളരെ കൃത്യമാണ് കേട്ടോ. ഈ ലോകത്ത് നാം കാണുന്ന ഏറ്റവും സങ്കീർണമായ നാനോ ടെക്നോളജി പോലുമല്ല അത്. ഭൗതികമായ യാതൊരു മാനങ്ങളുമില്ലാത്ത ഒരു പ്രകാശബിന്ദുവാണ് ആത്മാവ്. അതിലാണ് ഈ ഡേറ്റ മുഴുവനുള്ളത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാലക്രമേണ പല ജന്മങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ ആത്മാവാകുന്ന മൈക്രോചിപ്പിൽ മുഴുവൻ വൈറസുകൾ കയറിപ്പറ്റി. ഓ, വൈറസുകളോ? അതാണ് പാപങ്ങൾ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികളെന്ന് ബാബ പറയുന്നല്ലേ? അതെ. അപ്പോ ഈ ചിപ്പിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യും? അതിനുള്ള വഴിയാണ് ജീവിച്ചിരിക്കെ തന്നെ മരിക്കുക എന്നത്. പഴയ ശരീരത്തെയും ഈ ലോകത്തെയും കുറിച്ചുള്ള ബോധം പൂർണ്ണമായും ഇല്ലാതാക്കി പുതിയൊരവസ്ഥയിലേക്ക് വരിക. ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ജീവിച്ചിരിക്കെ മരിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കേൾവിക്കാർക്ക് ഒരു ചെറിയ ഞെട്ടലുണ്ടാകും. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണ്. അപ്പൊ ഈ ലോകത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്വാഭാവികമായ സംശയമാണ്. കൂടാതെ പരമാത്മാവായ ബാബയും ഒരു ബിന്ദുവാണെന്ന് ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് ബിന്ദുക്കളും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് ഈ വൈറസുകളെ ഇല്ലാതാക്കുന്നത്? ശരിക്കും അതിന്റെ മെക്കാനിസം എന്താണ്? അവിടെയാണ് ആ യോഗത്തിന്റെ ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. പരമാത്മാവായ ബാബയും ഒരു ബിന്ദുവാണെങ്കിലും അദ്ദേഹം ജ്ഞാനസാഗരനാണ്. അതായത് വൈറസുകൾ ബാധിക്കാത്ത ഒരു അൾട്ടിമേറ്റ് പവർ സോഴ്സ്. അതൊരു വലിയ വ്യത്യാസമാണല്ലോ. അതെ. നമ്മൾ നമ്മുടെ ഉള്ളിലെ ആത്മാവാകുന്ന ബിന്ദുവിനെ ആ പരമാത്മാവാകുന്ന ബിന്ദുവുമായി നിരന്തരം കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മിക്കുമ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നു. ആ പവർ സോഴ്സിൽ നിന്നുള്ള ഊർജം നമ്മുടെ ആത്മാവിലെ മാലിന്യങ്ങളെ കത്തിച്ചു കളയുന്നു. ഓ, അപ്പോൾ അതൊരു മാനസികമായ പ്രക്രിയയാണ്. അതെ. ജീവിച്ചിരിക്കെ മരിക്കുക എന്നത് ഒരു ഫിസിക്കൽ പ്രോസസ് അല്ല, അതൊരു മാനസികാവസ്ഥയാണ്. ഞാൻ ഈ ശരീരമല്ല, ഈ കാണുന്നതൊന്നും എന്റേതല്ല എന്ന പൂർണ്ണമായ ബോധ്യത്തിലെത്തുന്നതിനെയാണ് ജീവിച്ചിരിക്കെ മരിക്കുക എന്ന് ബാബ വിശേഷിപ്പിക്കുന്നത്. അത് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ അതെങ്ങനെ സാധിക്കും? ഈ കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓഫീസിൽ നിങ്ങളുടെ ബോസ് നിങ്ങളോട് ദേഷ്യപ്പെടുന്നു, വീട്ടിൽ കുട്ടികൾ ബഹളമുണ്ടാക്കുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്. ഇതൊക്കെ സാധാരണ ജീവിതത്തിലുള്ളതാണല്ലോ. ഇതിനിടയിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാം മറന്ന് അശരീരിയായിരിക്കാൻ കഴിയുക?
ഇത് കേൾക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്യുന്നതാണ് ഇതിലും എളുപ്പമെന്ന് തോന്നിപ്പോകും ശരിക്കും. വളരെ സ്വാഭാവികമായ ഒരു ചിന്തയാണത്. എന്നാൽ ബാബ പറയുന്നത് കാട്ടിൽ പോകാനല്ല, കുടുംബത്തിലും ജോലിസ്ഥലത്തും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം ഈ പഴയ ലോകത്തിൽ തന്നെ ജീവിക്കണമെന്നാണ്. ഓ, അപ്പൊ മാറി നിൽക്കാൻ പാടില്ല. പാടില്ല. അതിന് ബാബ നൽകുന്ന ഉദാഹരണമാണ് താമരപ്പൂവ്. ഒരു കമലപുഷ്പ സമാനമാകുക. നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സാധാരണ രൂപകമാണിത്. പക്ഷെ ഇതിന്റെ ശാസ്ത്രീയ വശം നോക്കൂ. ശാസ്ത്രജ്ഞർ ഇതിനെ ലോട്ടസ് എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ലോട്ടസ് എഫക്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളം ഒട്ടിപ്പിടിക്കാത്തത് അല്ലേ? അതെ അതെ. താമരയിലയുടെ ഉപരിതലത്തിൽ സൂക്ഷ്മമായ ചില സ്പൈക്കുകളുണ്ട്. അതുപോലെ പ്രത്യേക തരം മെഴുകും. അതുകൊണ്ട് എത്ര ചെളിവെള്ളത്തിൽ നിന്നാലും ആ ചെളിയോ വെള്ളമോ അതിൽ ഒട്ടിപ്പിടിക്കില്ല. വാവ്. ബാബ നമ്മളോട് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചില സൈക്കോളജിക്കൽ മൈക്രോ സ്പൈക്കുകൾ അല്ലെങ്കിൽ ബൗണ്ടറികൾ ഉണ്ടാക്കാനാണ്. ചുറ്റും നെഗറ്റിവിറ്റി ഉണ്ടാകാം, പക്ഷെ അത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതെ നോക്കാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. അതൊരു കിടിലൻ പോയിന്റാണ് കേട്ടോ. ആ സൈക്കോളജിക്കൽ മൈക്രോസ്പൈക്കുകൾ സെന്ററുകളിലോ ആശ്രമങ്ങളിലും കൂടി എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഈ ലോട്ടസ് എഫക്റ്റ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. ഇവിടെ അർജുനന്റെയും ഏകലവ്യന്റെയും കഥ ബാബ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രസക്തമാണ്. നമ്മൾ എപ്പോഴും അർജുനനെയാണല്ലോ ഹീറോ ആയി കാണാറുള്ളത്. കാരണം ഗുരുകുലത്തിൽ നിന്നാണ് പഠിച്ചത്. ശരിയാണ്. പക്ഷേ ബാബ പറയുന്നത് ഏകലവ്യനാണ് യഥാർത്ഥ മഹാവീരൻ എന്നാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഏകലവ്യൻ ആരുടെയും സഹായമില്ലാതെ ആശ്രമത്തിന് പുറത്തുനിന്ന് സ്വയം പരിശീലനം നടത്തിയാണ് വില്ലാളി വീരനായത്. സ്വന്തം വീട്ടിലിരുന്ന് ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് പുരുഷാർത്ഥം, അതായത് പരിശ്രമം ചെയ്യുന്നവർക്കാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വേഗത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുക. അതെ അതെ. സംരക്ഷിക്കപ്പെട്ട ഒരു ചുറ്റുപാടിൽ സന്യാസിയായി ഇരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വെല്ലുവിളികൾ നിറഞ്ഞതാണ് സാധാരണ കുടുംബജീവിതത്തിൽ താമര പോലെ ഇരിക്കുക എന്നത്. അവരെയാണ് ബാബ മഹാവീരന്മാരെന്ന് വിളിക്കുന്നത്. അത് വളരെ ശരിയാണ്. അതുപോലെ തന്നെ ബാബ കന്യകമാരുടെ പ്രാധാന്യത്തെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. ഒരു കന്യക 100 ബ്രാഹ്മണർക്ക് തുല്യമാണെന്നും 21 തലമുറകളെ ഉദ്ധരിക്കാൻ അവർക്ക് സാധിക്കുമെന്നും ബാബ ഓർമ്മിപ്പിക്കുന്നു. 21 തലമുറകളെയോ? അത് വലിയൊരു കാര്യമാണല്ലോ. അതെ. ഇതിന്റെ അർത്ഥം പരിശുദ്ധിയോടും ആത്മീയ ലക്ഷ്യങ്ങളോടും കൂടി ജീവിക്കുന്നൊരു കന്യകയ്ക്ക് സമൂഹത്തിൽ എത്രത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നതാണ്. അവരുടെ വൈബ്രേഷൻസ് ഒരു വലിയ തലമുറയെ തന്നെ സ്വാധീനിക്കുന്നൊരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. ശരി. അപ്പോ നമ്മൾ നമ്മുടെ സ്വന്തം വീടിനുള്ളിൽ താമരപ്പൂവായി നിൽക്കാൻ പഠിച്ചുവെന്ന് കരുതുക. എന്നാൽ അത് മാത്രം മതിയോ? പോരാ. സ്വന്തം മനസ്സിനെ ക്ലീനാക്കിയാൽ മാത്രം മതിയോ? നമുക്ക് ചുറ്റുമുള്ള കുളത്തെ വൃത്തിയാക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അവിടെയാണ് സേവനത്തിന്റെ കാര്യം ബാബ പറയുന്നത്. അതെ അതെ. ജ്ഞാനയുക്തരും യോഗയുക്തരുമായ കുട്ടികൾ എപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. കുറഞ്ഞത് ഒരു ദിവസം 150ഓ 200ഓ എക്സിബിഷനുകൾ, അതായത് പ്രദർശനങ്ങൾ ഗ്രാമങ്ങളിൽ സംഘടിപ്പിക്കണമെന്ന് ബാബ നിർദ്ദേശിക്കുന്നു. ശരിയാണ്. ഇത് കേവലം അറിവ് കൊടുക്കൽ മാത്രമല്ല. ഈ സേവനത്തിലൂടെയാണ് സത്യയുഗത്തിലെ ലക്ഷ്മീനാരായണന്മാരുടെ ദൈവീക രാജധാനി സ്ഥാപിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞു. അന്ന് സ്വർഗം ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബാബ പറയുന്നുണ്ട്. പുതിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയാണിത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇവിടെ എനിക്ക് വലിയൊരു സംശയമുണ്ടിപ്പോ. ഈ ലക്ഷ്മീനാരായണന്മാരുടെ പുതിയ രാജധാനി സ്ഥാപിക്കപ്പെടുന്നത് യുദ്ധം ചെയ്തല്ല, യോഗബലത്തിലൂടെയാണെന്ന് ബാബ പറയുന്നുണ്ടല്ലോ. അതെ, യോഗബലം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചരിത്രം പരിശോധിച്ചാൽ റോമാ സാമ്രാജ്യമായാലും ബ്രിട്ടീഷ് സാമ്രാജ്യമായാലും അവയെല്ലാം കെട്ടിപ്പടുത്തത് വലിയ യുദ്ധങ്ങളിലൂടെയും രക്തച്ചൊരിച്ചിലുകളിലൂടെയുമാണ്. യാതൊരു ഫിസിക്കൽ ആയുധവുമില്ലാതെ വെറും യോഗബലം കൊണ്ട് എങ്ങനെയാണ് വിശ്വത്തിന്റെ അധികാരിയാകാൻ കഴിയുക? ഇതൊരു രൂപകമാണോ അതോ യഥാർത്ഥ ഭരണമാണോ? ഇതൊരു വെറും രൂപകമല്ല. കൃത്യമായൊരു ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ബാബ സംസാരിക്കുന്നത്. അവിടെയാണ് കർമ്മങ്ങളുടെ സൂക്ഷ്മത നാം മനസ്സിലാക്കേണ്ടത്. എന്താണത്? പഴയ ലോകത്തിന്റെ സിസ്റ്റം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭയത്തിലും അധികാരത്തിലും ഹിംസയിലുമാണ്. എന്നാൽ പുതിയ ലോകം നിർമ്മിക്കപ്പെടുന്നത് ശുദ്ധതയിലും ആത്മീയ അധികാരത്തിലുമാണ്. യോഗബലം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സുകളെ മാറ്റിയെടുക്കുന്ന ശക്തിയാണ്. ഓ, ആ രീതിയിലാണല്ലേ? അതെ.
നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ വൈബ്രേഷൻസ് എന്നിവയിലൂടെയാണ് ആ മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് ബാബ കർശനമായി പറയുന്നത്, തെറ്റായ കർമ്മങ്ങൾ ചെയ്ത് ബാബയുടെയോ യജ്ഞത്തിന്റെയോ മാനം നശിപ്പിക്കരുത് എന്ന്. യജ്ഞമെന്ന് പറയുമ്പോൾ കേൾവിക്കാർക്ക് അതൊരു ഹോമകുണ്ഡമാണെന്ന് തോന്നാം. എന്താണ് ഇവിടെ ഈ യജ്ഞം കൊണ്ടുദ്ദേശിക്കുന്നത്? നല്ല ചോദ്യം. ഈ യജ്ഞം എന്നു പറയുന്നത് തീ കത്തിക്കുന്ന ആ ഹോമകുണ്ഡമല്ല, മറിച്ച് ഈ പുതിയ ലോകം സൃഷ്ടിക്കാനായി ബാബയും നമ്മളും ചേർന്ന് നടത്തുന്ന വലിയൊരു ആത്മീയ സ്ഥാപനവും പ്രവർത്തനവുമാണ് യജ്ഞമെന്നു പറയുന്നത്. മനസ്സിലായി. ഒരു ഓർഗനൈസേഷൻ പോലെയോ ഒരു മൂവ്മെന്റ് പോലെയോ? അതെ അതെ. നമ്മൾ മോശമായി പെരുമാറുമ്പോഴോ തെറ്റ് ചെയ്യുമ്പോഴോ ആ മുഴുവൻ പ്രക്രിയയിലെയും വിശ്വാസ്യതയാണ് തകരുന്നത്. അനേകർക്ക് സുഖം നൽകുന്നവരുടെ പേര് പ്രസിദ്ധമാകും. അവരാണ് ബാബയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. അവരാണ് ഈ പുതിയ ഭരണ സംവിധാനത്തിന്റെ യഥാർത്ഥ അധികാരികളായി മാറുന്നതും. അപ്പോൾ ഈ യജ്ഞത്തിലൂടെയാണ് പുതിയ രാജധാനി ഉണ്ടാകുന്നത്, അല്ലേ? ഈ രാജധാനിയിലെ അംഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില പ്രത്യേക നമ്പറുകൾ ബാബ പറയുന്നുണ്ട്. ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോഴാണിതുള്ളത്. ഭക്തിമാർഗത്തിൽ കൃഷ്ണനെ ഓർത്ത് നൃത്തം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മാലയാണുള്ളത് എന്ന് പറയുന്നു. ശരിയാണ്. എന്നാൽ ജ്ഞാനമാർഗത്തിൽ വിലപ്പെട്ട 8 പേരുടെയും പിന്നീട് 10,108 പേരുടെയും മാലയാണുണ്ടാകുന്നത് എന്ന് ബാബ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ നമ്പറുകളിൽ ഇത്ര കൃത്യത? എന്താണ് ഈ 8ന്റെയും 10,108ന്റെയും അർത്ഥം? ഇതിന്റെ മെക്കാനിസം വളരെ വ്യക്തമാണ്. ഭക്തിമാർഗം എന്നത് വികാരങ്ങളെയും വിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണല്ലോ. അതിൽ ആർക്കും പങ്കുചേരാം. അതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ ലക്ഷക്കണക്കിന് ആളുകളുള്ളത്. അപ്പോൾ ജ്ഞാനമാർഗമോ? എന്നാൽ ജ്ഞാനമാർഗം എന്നത് ഒരു സർവകലാശാല പോലെയാണ്. എല്ലാവരും പഠിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഉയർന്ന റാങ്ക് നേടാറില്ലല്ലോ. അതെ. ചിലർക്ക് മാത്രമേ 1ാം റാങ്ക് കിട്ടൂ. കൃത്യം. ഈ പറയുന്ന 8 പേരെന്നത് എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച്, നേരത്തെ നാം പറഞ്ഞതുപോലെ സ്വന്തം മൈക്രോചിപ്പിലെ പാപങ്ങളെ മുഴുവൻ യോഗബലത്തിലൂടെ നശിപ്പിച്ച് 100% സതോപ്രധാനമായി മാറിയ ഏറ്റവും ഉയർന്ന ആത്മാക്കളാണ്. അവരാണ് ഈ പുതിയ ലോകത്തിന്റെ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരികൾ. വാവ്. അപ്പോൾ ബാക്കിയുള്ളവരോ? അതിന് താഴെ വരുന്ന വലിയ ഭരണനിർവഹണ സംവിധാനത്തിന്റെ ആ കിങ്ഡത്തിന്റെ ഭാഗമായി വരുന്നവരാണ് ആ 10,108 പേർ. അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നുവോ അത്രത്തോളം ഉയർന്ന പദവിയാണ് ആ പുതിയ രാജധാനിയിൽ നമുക്ക് ലഭിക്കുക. മനസ്സിലായി. അപ്പോൾ നമ്മളോട് തന്നെ മത്സരിക്കുന്നൊരു പ്രക്രിയയാണിത്. ആ മത്സരത്തിൽ വിജയിക്കാനും ഈ പറഞ്ഞ ഉയർന്ന പദവി നേടാനും ബാബ നൽകുന്ന അതിസൂക്ഷ്മമായൊരു ആയുധത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമിനി. തീർച്ചയായും. ഇതിൽ പറയുന്ന ഡബിൾ അഹിംസ എന്ന വാക്ക് ശരിക്കും എന്നെ ആകർഷിച്ചു. അഹിംസ എന്ന് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കുന്നില്ലെങ്കിൽ നാം അഹിംസ പാലിക്കുന്നവരാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോ ഇതെന്താണ് ഡബിൾ അഹിംസ? നമ്മൾ സാധാരണയായി വിചാരിക്കുന്നത് ഒരാളെ അടിക്കുന്നതോ കൊല്ലുന്നതോ മാത്രമാണ് ഹിംസ എന്നാണല്ലേ? അതെ. അതൊന്നാമത്തെ കാര്യമാണ്. അതായത് മറ്റുള്ളവർക്ക് ദുഃഖമോ അശാന്തിയോ നൽകാതിരിക്കുക. എന്നാൽ രണ്ടാമത്തെ അഹിംസ, അതായത് ഡബിൾ അഹിംസയിലെ രണ്ടാമത്തെ വശം വാക്കിന്റെയും മനസ്സിന്റെയും തലത്തിലുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ദേഷ്യപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ വലിയ അശാന്തി, അത് ഹിംസയല്ലേ? ശരിയാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്ന ഒരു പാസീവ് അഗ്രസീവായ മെസ്സേജ് മറ്റൊരാളുടെ ദിവസത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ അതും ഹിംസയാണ് എന്നാണ് ബാബ പറയുന്നതല്ലേ? കൃത്യമായി പറഞ്ഞു. സ്വന്തം വാക്കുകളിലൂടെ മറ്റൊരാളുടെ മാനസികാവസ്ഥയെ ഉലയ്ക്കാതിരിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ. നമ്മൾ പോലും അറിയാതെ എത്ര പേരെ വാക്കുകൊണ്ട് നോവിക്കുന്നു. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ബാബ അതിലും സൂക്ഷ്മമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണത്? തന്റെ ഉള്ളിലെ ശുദ്ധമായ, അതായത് സതോപ്രധാനമായ സംസ്കാരങ്ങളെ അടിച്ചമർത്തുന്നതും ഒരുതരം ഹിംസയാണെന്ന്. അതായത് എനിക്കൊരാളോട് ക്ഷമിക്കാൻ കഴിയും, സമാധാനമായി സംസാരിക്കാൻ കഴിയും. പക്ഷെ എന്റെ ഈഗോ കാരണം ഞാൻ ആ സമാധാനപരമായ പ്രകൃതിത്തെ അടിച്ചമർത്തി മോശമായി പെരുമാറിയാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഹിംസയാണത്. വാവ്, അത് വളരെ ആഴമുള്ളൊരു നിരീക്ഷണമാണ്. ഇന്നത്തെ സ്ലോഗനിൽ ബാബ പറയുന്നു, സത്യത്തിനൊപ്പം അസത്യം കലരുമ്പോൾ സന്തോഷമില്ലാതാകുമെന്ന്. നമ്മുടെ യഥാർത്ഥ പ്രകൃതം ആ ശാന്തിയാണ്.
അതിലേക്ക് കോപമെന്ന അസത്യം കലരുമ്പോൾ നമ്മുടെ തന്നെ സന്തോഷമാണ് നാം ഇല്ലാതാക്കുന്നത്. കൃത്യമായി പറഞ്ഞു. നമ്മുടെ മനസ്സിന്റെ ആ ശാന്തത തകർക്കുന്നത് നമ്മോട് തന്നെയുള്ള ക്രൂരതയാണ്. അതുകൊണ്ടാണ് ബാബ അവ്യക്ത സൂചനകളിൽ വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങളുടെ ഓരോ വാക്കും അലൗകികവും മാലാഖമാർക്ക് സമാനവുമായിരിക്കണമെന്ന്. മാലാഖമാലെപ്പോലെ സംസാരിക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം തോന്നുന്നു. അതെ, മധുരതയും നമ്രതയും, അതായത് വിനയവും എപ്പോഴും ശീലിക്കണം. ഇത് കേവലം ഒരു സദാചാര ഉപദേശം മാത്രമല്ല കേട്ടോ, മറിച്ച് ഒരു വലിയ എനർജി സേവിംഗ് ടെക്നിക് കൂടിയാണ്. വാക്കുകളുടെ ശക്തി വ്യർത്ഥമാക്കി കളയരുത് എന്ന് ബാബ പറയുന്നു. വെറുതെ സംസാരിച്ച് എനർജി കളയരുതല്ലേ? അതെ അതെ. നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴും ഗോസിപ്പ പറയുമ്പോഴും നമ്മുടെ ഉള്ളിലെ ആത്മീയ ഊർജമാണ് ചോർന്നു പോകുന്നത്. വാക്കുകൾ കുറയ്ക്കുക, പറയുന്ന വാക്കുകൾ മധുരമുള്ളതാക്കുക. ശരിയാണ്. ആ മധുരത വരുമ്പോൾ മാത്രമാണ് നമ്മുടെ വാക്കുകൾക്ക് ആളുകളുടെ മനസ്സിനെ മാറ്റാനുള്ളൊരു മാന്ത്രിക ശക്തി ലഭിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നമ്മെ ചിന്തിപ്പിക്കാൻ പോന്ന ഒരുപാട് കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തീർച്ചയായും നാം വെറുമൊരു ശരീരമല്ല, 84 ജന്മങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മാവാണെന്ന് തിരിച്ചറിവ് മുതൽ നാം ഇന്ന് ചർച്ച ആരംഭിച്ചു. പിന്നീട് ചെളിക്കുണ്ടിൽ നിൽക്കുമ്പോഴും അതിലെ ചെളി പുരളാത്ത താമരപ്പൂവിനെപ്പോലെ ഈ ലോകത്ത് ജീവിക്കാനുള്ള ആഹ്വാനം നമ്മൾ കണ്ടു. ആ ലോട്ടസ് എഫക്റ്റ്. അതെ, എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവരേക്കാൾ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിൽ ഈ ലോട്ടസ് എഫക്റ്റ് പരിശീലിക്കുന്ന ഏകലവ്യന്മാരെയാണ് ബാബ യഥാർത്ഥ വീരന്മാരായി കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒപ്പം പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനായി സേവനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും നമ്മൾ ചർച്ച ചെയ്തു. അതെ, ശാരീരികമായി മാത്രമല്ല, വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും കർശനമായി ഡബിൾ അഹിംസ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും ബാബ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഈ അറിവെന്നത് വെറുതെ കേട്ടുമറക്കാനുള്ളതല്ല, അത് ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. തീർച്ചയായും ബാബ നൽകിയ ഈ വിവരങ്ങൾ നമ്മുടെ തമോപ്രധാനമായ അവസ്ഥയിൽ നിന്ന് സതോപ്രധാനമായ അവസ്ഥയിലേക്കുള്ള, ആ ഇരുണ്ട അവസ്ഥയിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള കൃത്യമായ ഒരു മാപ്പാണ്. അത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ അതെ. അപ്പോ ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോടായി ഒരു ചെറിയ ചോദ്യം. ഇന്ന് നിങ്ങൾ സംസാരിച്ച വാക്കുകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആർക്കെങ്കിലും ഒരു ഇമെയിൽ അയച്ചപ്പോഴോ, ഫോണിൽ സംസാരിച്ചപ്പോഴോ, സുഹൃത്തുക്കളോട് ഇടപഴകിയപ്പോഴോ നിങ്ങളുടെ വാക്കുകൾ ഒരു മാലാഖയുടേതുപോലെ മറ്റുള്ളവർക്ക് ശാന്തിയും സന്തോഷവും നൽകുന്നതായിരുന്നോ? നല്ലൊരു ചോദ്യമാണിത്. അതോ അറിയാതെയാണെങ്കിലും അത് അവരിലൊരു കൊച്ചു ഹിംസ സൃഷ്ടിച്ചോ? നിങ്ങളുടെ വാക്കുകളുടെ എനർജി നിങ്ങൾ വ്യർത്ഥമാക്കുകയാണോ? അടുത്ത തവണ ഒന്ന് വായ തുറന്ന് സംസാരിക്കുന്നതിന് മുൻപ് ഈ കാര്യമൊന്ന് ഓർമ്മിക്കുക. നിങ്ങൾക്കും ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഈ അറിവുകളിലൂടെ നമ്മോടൊപ്പം സഞ്ചരിച്ചതിന് വളരെ നന്ദി. ഓർമ്മിക്കുക, എപ്പോഴും ആ അശരീരി ബോധത്തിൽ തുടരുക. ഓം ശാന്തി.